ഞാനിപ്പോൾ നിൽക്കുന്നത് വാളകത്താണ്. ഇവിടെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായ അശോക് ദാസ് ഈ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ തുടക്കം. ഈ പിന്നിൽ കാണുന്ന വീട്ടിൽ നിന്നാണ് അശോക് ദാസ് ഇറങ്ങി ഓടിയത്. ആദ്യം പുറത്തു വന്ന വാർത്തയനുസരിച്ച് പെൺ സുഹൃത്തിനെ കാണാനായി അശോക് ദാസ് രാത്രിയിൽ അവരുടെ വീട്ടിലെത്തുകയും ഇത് ചോദ്യം ചെയ്ത് ആൾക്കൂട്ടം അശോക് ദാസിനെ ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയാക്കുകയുമായിരുന്നു എന്നാണ്. ഈ സംഭവത്തിൽ പ്രദേശവാസികളായ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രദേശവാസികൾ പ്രതികരിക്കുന്നത് ഇത്തരത്തിലൊരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായിട്ടില്ല, ആരും തന്നെ ഈ വീട്ടിനകത്തേക്ക് കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ അശോക് ദാസിൻ്റെ പെൺസുഹൃത്ത് എന്ന് പറയുന്ന യുവതിയുടെയും അവരുടെ കൂടെ താമസിക്കുന്ന മറ്റൊരു പെൺകുട്ടിയും ഇവർ രണ്ടുപേർ താമസിച്ചിരുന്ന വീട് ഇതാണ്. ഈ വീട്ടിലാണ് ഇന്നലെ രാത്രിയോടുകൂടി അശോക് ദാസ് എത്തുകയും ഇവിടെ നിന്നും ഒരു തർക്കമുണ്ടായി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതികരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും ചില്ല് പൊട്ടുന്ന ശബ്ദവും ഒരാളുടെ നിലവിളിയും ഒക്കെ നാട്ടുകാർ കേട്ടുവെന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രക്തം വീണ് കിടക്കുന്നുണ്ട്. ഈ വീടിൻ്റെ വരാന്തയിലും വശങ്ങളിലും ഒക്കെ തന്നെ രക്തം വീണ് കിടക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് തന്നെ കയ്യിൽ മുറിവുമായാണ് അശോക് ദാസ് ഇറങ്ങിയത് എന്ന് വ്യക്തമാണ്. കാരണം അവിടെ രക്തം ഒഴുകിയ പാടുകളുണ്ട്. അതുപോലെ തന്നെ താഴെ നിന്നും അശോക് ദാസിനെ പിടികൂടി കെട്ടിയിട്ട ആളുകളും പറഞ്ഞത് അശോക് ദാസ് അവിടെ എത്തുമ്പോൾ കയ്യിൽ വലിയ രീതിയിലുള്ള ഒരു മുറിവ് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും ദുരൂഹമായ കാര്യം 2 പെൺകുട്ടികളാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ 2 പേരുമായും പ്രദേശവാസികൾക്ക് യാതൊരു പരിചയവുമില്ല. ഇവരെവിടെ നിന്ന് വന്നു, ഇവരെന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റി യാതൊരു ധാരണയുമില്ല. ഇവർക്ക് ഈ പ്രദേശത്തെ ആരുമായും തന്നെ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അവരാരോടും സംസാരിക്കാറോ പുറത്തിറങ്ങാറോ ഒന്നുമില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതാണ് ഏറ്റവും ദുരൂഹമായി തുടരുന്നതും നാട്ടുകാർ ചോദിക്കുന്നതും. ഈ സംഭവത്തിൽ പിടിയിലായിരിക്കുന്ന 10 പേരും ഈ പ്രദേശവാസികളാണ്. ഇവിടെ തൊട്ടടുത്തുള്ള വീടുകളിലെയൊക്കെ ആളുകളാണ് ഇവിടെ പിടിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ ആവശ്യമെന്ന് പറയുന്നത് ഈ വീടിനകത്ത് എന്ത് സംഭവിച്ചു എന്നത് പോലീസ് അന്വേഷണത്തിലൂടെ വ്യക്തമാകണം. തങ്ങളുടെ മക്കളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നും അകാരണമായി പിടിച്ചുകൊണ്ടുപോയി എന്നും എന്താണ് ഈ സംഭവത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമായി അവരെ മോചിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നമുക്ക് ഈ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയോട് കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി, എന്തായിരുന്നു അന്ന് രാത്രി സംഭവിച്ചത്? അന്ന് രാത്രി ഏതാണ്ട് ഒരു 8-8:30 മണിയായി കാണുമെന്നാണ് തോന്നണത്. ആ സമയത്ത് ഇവിടെ എൻ്റെ മോനിവിടെ ഉണ്ടായിരുന്നു, ബിജീഷ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 2 പേരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തലവേദനയായിട്ട് അവിടെ രാവിലെ മുതൽ കിടക്കണമായിരുന്നു. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ശക്തമായിട്ടൊരു അടിയുടെ ഒച്ച കേട്ടു. അടിയുടെ ഒച്ച കേട്ട ഉടനെ ഒരു പുരുഷൻ്റെ കരച്ചിലും ഒപ്പം കേട്ടു. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഒരു അടിയുടെ ഒച്ച കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. കേട്ടു, ഇങ്ങനെ ഒരു കരച്ചിലും കേട്ടു. എനിക്ക് ചെവിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഗ്ലാസ് പൊട്ടണ ഒച്ചയാണ് കേട്ടത്. അത് കഴിഞ്ഞ് കുറച്ച് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അത് എന്താണെന്നറിയില്ല, ഉള്ളിൽ എന്താ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും ഒരു മനുഷ്യർ അവരായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവർ വന്നപ്പോൾ ഞങ്ങൾ ആരും ആ വീട്ടിലേക്ക് ആ കൊച്ചുങ്ങൾ മിണ്ടുവോ ഇങ്ങോട്ട് നോക്കുമോ, ഞങ്ങളെ കാണുമ്പോൾ ഉടനെ അവരകത്ത് കയറും. അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് സംഭവിച്ച ഉടനെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അവിടെ ലൈറ്റില്ല, ഒരിക്കലും അവർ ലൈറ്റ് ഇടില്ല അവിടെ. ആ സമയത്ത് ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ ഒരു ഇളവട്ടത്ത് നമുക്കിങ്ങനെ കാണാം, ഇങ്ങനെ അയാൾ ഇങ്ങനെ പോകണം, ആടിയാണ് അയാൾ പോകണം. അശോക് ദാസ് ഇറങ്ങി പോകുന്നത് കണ്ടു. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് ഈ അപ്പുറത്തെ വീട്ടിലെ പിള്ളേർ വായി എന്നും പറഞ്ഞുകൊണ്ട് ഈ പിള്ളേരിങ്ങനെ പോയത്. അന്നേരമാണ് ഇവിടുന്ന് മോനും കൂടെ കൂടി അവനിവിടുന്ന് വണ്ടി എടുത്തോണ്ട് എന്തോ സംഭവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. പിന്നീടാണ് ഞങ്ങൾ അറിയണത് ഇങ്ങനെ ഭായിനെ അവിടെ ഇട്ട് പിടിച്ചു. അവന് ഓടാൻ ശ്രമിച്ചപ്പോൾ ഇവൻ മുകളിൽ നിന്ന് ചാടി. അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ പൊക്കമുണ്ട്. ആ പൊക്കത്തിൽ നിന്നാണ് അവൻ ചാടിയേക്കണത്. ഈ ചാടലിൽ അവന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ ഒരു കണക്കിൽ എഴുന്നേറ്റ് ഇവൻ അവരുടെ തിണ്ണയിൽ പോയി ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരെല്ലാം ചെന്നപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടതല്ല, ഇതിങ്ങനെ മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണ്. ചേച്ചി, പോലീസ് പറയുന്നത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായി, അതാണ് മരണകാരണമെന്നാണ്. ഈ വീട്ടിൽ അങ്ങനെ ഒരു ആൾക്കൂട്ട മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ? ഈ വീട്ടിലേക്ക് ആരും കയറിയിട്ട് പോലുമില്ല. ഈ വീട്ടിലേക്ക് ഇന്നല്ല, ഈ ഒരു 2.5 മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞു പോലും ഈ വീട്ടിൽ കയറിയിട്ടില്ല. അവർക്ക് ഭക്ഷണം കൊണ്ട് വരുന്ന ആൾക്കാരും മാത്രമേ കയറിയിട്ട്. ഇവൻ വന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ഇറങ്ങി പോണത് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ പോകുന്ന സമയത്ത് ഈ രക്തത്തിൽ കുളിച്ചാണ് പോണത്. രക്തത്തിൽ കുളിച്ച് ഒരു സിഗരറ്റ് വലിച്ച് ആടി ഇങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവൻ ഇവിടുന്ന് പോയത്. അങ്ങനെയാണ് അന്നേരമാണ് ഈ അപ്പുറേ വീട്ടിലെ പിള്ളേർ 2 പേരും കൂടി ഓടി ഇങ്ങനെ ഒരു ബായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോയത്. ആ ഓടിപ്പോകുന്ന സമയത്തിനാണ് ഞങ്ങളുടെ പിള്ളേർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പിള്ളേർ മാത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരുമില്ല. അതിൻ്റെ അകത്ത് ഓടിയെത്തി ഇവർ ബലമായിട്ട് ഇവരെയൊക്കെ അടിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഈ പിള്ളേർ 2 പേരും അന്നേരം ആ പുറകെ പോയായിരുന്നു. ഇയാൾ ഇതിലേ പോയപ്പം ആ പിള്ളേർ ഇടവഴി ചാടിപ്പോയി. ഇവരും അവിടെ ഇട്ട് ഇവരെ മർദ്ദിച്ചു എന്ന് പറയണേ. ഈ പെൺകുട്ടികൾ അശോകനെ മർദ്ദിച്ചു എന്നാണ്. ഈ മരിച്ച ആളെ
അവിടെ വെച്ച് മർദ്ദിച്ചു എന്ന്. അത് പിന്നീട് അവളെ കണ്ടുവന്നവർ പറഞ്ഞത് കേട്ടതാണ്. മർദ്ദിച്ചിട്ട് നല്ല ഇടിയൊക്കെ വയറിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താഴെ ഒരു തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ? അതിനെപ്പറ്റി അറിയോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 പേരെന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പിനെ പോലും നുള്ളി നോവിക്കണേ അങ്ങനെയുള്ള കൂട്ടത്തിലുള്ളവരല്ല. എവിടെ എന്ത് ആവത്ത് കണ്ടാലും ഓടിയിട്ട് രക്ഷിക്കണതാണ് ഈ പിള്ളേരെല്ലാവരും. അത് എൻ്റെ മോൻ ഉൾപ്പെടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു വലിയ ഹിന്ദു ഐക്യവേദിയുടെ ഒരു വലിയ ആളാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ മക്കൾ ഒരാളെ നുള്ളി പോലും നോക്കില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ച് ആ പെൺകുട്ടികളെ വീണ്ടും ചോദ്യം ചെയ്തെങ്കിൽ മാത്രമാണ് അവരെ വെറുതെ വിടാൻ പാടില്ല. നിങ്ങളുടെ ആവശ്യം ഈ വീടിനകത്ത് അന്ന് രാത്രി എന്ത് സംഭവിച്ചെന്ന് അറിയണം. എന്ത് സംഭവിച്ചെന്ന് അയാൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ രക്തത്തിൽ കുളിച്ചാണ് അയാൾ ഇറങ്ങിപ്പോണത്. നടക്കാൻ പറ്റാണ്ട് ആടി ഒരു സിഗരറ്റ് വലിച്ചാണ് അയാൾ ഇതിന് ഇറങ്ങിപ്പോണത്. അത് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അടുത്തല്ല, ഞങ്ങളിവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് കാണുന്നത്. അതെന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിലാണ് ഞങ്ങളുടെ പിള്ളേരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നിരപരാധിയായ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും, വേറെ ആർക്കും സാധിക്കില്ല. തീർച്ചയായും ഇതാണ് പ്രദേശവാസികളുടെ പ്രതികരണം എന്ന് പറയുന്നത്. ഈ കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന 10 പേരും ഈ പ്രദേശത്തെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവർ പറയുന്നതനുസരിച്ച് അന്നേ ദിവസം രാത്രി ഈ വീട്ടിനകത്തുനിന്നും വലിയ രീതിയിലുള്ളൊരു നിലവിളിയും ഗ്ലാസ് പൊട്ടുന്നതടക്കമുള്ള ശബ്ദവും കേട്ടിട്ടുണ്ട്. ഈ താഴെ നിന്നും, അതായത് ഈ അശോക് ദാസിനെ കെട്ടിയിട്ടു എന്ന് പറയുന്ന പ്രദേശത്തുള്ളവരും പറഞ്ഞത് അശോക് ദാസ് അവിടേക്ക് എത്തുമ്പോൾ കയ്യിൽ മുറിവുണ്ടായിരുന്നു, ചോരയുണ്ടായിരുന്നു എന്നാണ്. അതെന്തായാലും വ്യക്തമാണ്. ഇവിടെ രക്തക്കറയുണ്ട്. ഈ വീടിൻ്റെ വരാന്തയിലെല്ലാം തന്നെ ചോര തളം കെട്ടി കിടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ച് പോലീസ് എത്തിയപ്പോൾ അവർക്കൊപ്പം വീടിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് ഷെൽഫ് തകർന്നിട്ടുണ്ട്. അതായത് അകത്തുള്ള ചില്ല് ഷെൽഫ് തകർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നായിരിക്കാം മുറിവേറ്റത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്ന നിഗമനം എന്ന് പറയുന്നത്. അത്തരത്തിൽ മുറിവേറ്റ ശേഷമാണ് ഇവിടെ നിന്നും ചോര വാർന്ന കൈയുമായി അശോക് ദാസ് ഇറങ്ങി പുറത്തേക്ക് പോകുന്നത്. ആ പോകുന്ന ദൃശ്യങ്ങളും ഇവിടെയുള്ള പ്രദേശവാസികൾ കണ്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നെഞ്ചിലും അതുപോലെ തലയിലുമേറ്റ മാരകമായ പരിക്കാണ് അശോക് ദാസിൻ്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ്. ഈ പരുക്ക് എവിടെ നിന്ന് പറ്റി എന്നതിലാണ് വ്യക്തത വരേണ്ടത്. ഏതെങ്കിലും തരത്തിൽ ഈ വീട്ടിനകത്തു നിന്നുമുണ്ടായ തർക്കത്തിൽ ഈ പെൺകുട്ടികൾ അശോക് ദാസിനെ മർദ്ദിച്ചതാണോ, അത്തരത്തിലാണോ ഈ പരിക്കേറ്റത്, അതോ ഇപ്പോൾ പോലീസ് പറയുന്നത് പോലെ താഴെ നിന്നും ആൾക്കൂട്ടം അശോക് ദാസിനെ കെട്ടിയിട്ട് തൂണിൽ കെട്ടിയിട്ട് മർദ്ദിച്ചപ്പോഴാണോ ഈ പരുക്ക് പറ്റിയത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മരണകാരണമായ പരുക്കുകൾ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മറ്റൊരു കാര്യം ദുരൂഹമായി തുടരുന്നത്, ഈ കുട്ടികൾ ഇവിടെ 2 പെൺകുട്ടികൾ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. അവർക്ക് ഈ പ്രദേശത്തെ ആരുമായും പരിചയമില്ല. അവർ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാറില്ല എന്നാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വീടിനകത്തു നിന്നും ഒരു നിലവിളി കേട്ടിട്ടും ഇത്തരത്തിൽ ചില്ല് തകരുന്ന ശബ്ദമെല്ലാം കേട്ടിട്ടും ആരും തന്നെ അങ്ങോട്ടേക്ക് വരാതിരുന്നതും കാര്യം എന്താണെന്ന് തിരക്കാതിരുന്നതും. എന്തായാലും കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ ഇനിയും വരേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. എവിടെ നിന്നാണ് അശോക് ദാസിന് മരണകാരണമായ ഈ പരുക്കുകളേറ്റത്? അത് ഈ വീടിനകത്തു നിന്നുമുണ്ടായ ബഹളത്തിൽ അല്ലെങ്കിൽ കയ്യാങ്കളിയിൽ സംഭവിച്ചതാണോ, ഇവിടെ നിന്നും ഇറങ്ങിയ ശേഷം നാട്ടുകാർ ഇയാളെ പിടികൂടി കെട്ടിയിട്ട് മർദ്ദിച്ചപ്പോൾ സംഭവിച്ചതാണോ എന്ന കാര്യം നാട്ടുകാരുടെ ആവശ്യം ഇതാണ്. അന്ന് രാത്രി ഈ വീട്ടിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ വീടിനകത്ത് ഒരു തർക്കമുണ്ടാകുന്നു. അശോക് ദാസ് ഈ വീടിനകത്തു നിന്നും രക്തം ഒഴുകുന്ന കൈയുമായി പുറത്തേക്ക് ഇറങ്ങി ഈ നടന്ന് തന്നെ, അതായത് നടന്നു പോകാനുള്ള ആരോഗ്യം ആ സമയത്ത് അശോക് ദാസിനുണ്ട്. ഈ വഴിയിലൂടെ അയാൾ നടന്ന് താഴോട്ട് പോകുന്നു. തൊട്ട് താഴെ ഒരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ മതിൽ ചാടി കടക്കുന്ന ഘട്ടത്തിലാണ് താഴെ നിന്നും ആളുകൾ ഇയാളെ പിടികൂടുന്നതും പിന്നീട് കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്നതും. ഇനിയും പോലീസിൻ്റെ അന്വേഷണത്തിൽ മാത്രമേ ഈ മരണകാരണമായ പരുക്കുകൾ എവിടെ നിന്ന് ഏറ്റു എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.